നല്ല അയൽച്ചാൻറ്റി സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയാണ്. അതിട്ട് പോര്. ഞാൻ നല്ലപ്പോഴാണ് ഈ കഞ്ഞി കുടിക്കുന്നത്. ഞാൻ നല്ലപ്പോഴേ മരുന്ന് ഞാനും അതാ ഞാനും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഈ മാസം കർക്കിടക മാസമാണ്. നമ്മുടെ ശരീരമെല്ലാം നമ്മൾ സുരക്ഷിതമാക്കേണ്ട ദിവസങ്ങളാണിത്. ഇപ്പോൾ നമ്മൾ അധികം ജോലി ചെയ്യാതൊക്കെ മഴയായി തണുപ്പായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ പച്ചമരുന്നുകൾ ഉപയോഗിച്ച് കഞ്ഞി ഉണ്ടാക്കി വൈകുന്നേരം ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു നേരം കഞ്ഞിയായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരം ശുദ്ധിക്ക് വേണ്ടിയിട്ട്, ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കർക്കിടക മാസത്തിൽ എല്ലാവരും അരിഷ്ടവും കഷായം അങ്ങനെയൊക്കെ വെച്ച് കുടിക്കും. അതൊക്കെ നമ്മുടെ ആ കർക്കിടക മാസത്തിലാണ് നമ്മുടെ ശരീരത്ത് അത് ഏക്കുള്ളൂ. പിന്നെ നമുക്ക് ശരീരത്തിന് വല്ല കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വീഴുമ്പോൾ കേടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുക, കുഴമ്പിട്ട് തേച്ച് കുളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കർക്കിടക മാസത്തിൽ കഞ്ഞി വെച്ച് കുടിക്കും. കുറച്ച് പച്ചമരുന്നുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കഞ്ഞി വെക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പം ഒരു കൂട്ടം ഇട്ടിട്ട് 7 ദിവസം കഞ്ഞി കുടിക്കണമുണ്ട്. അതായത് നമ്മൾ തൊട്ടാവാടിയൊക്കെ അരിഞ്ഞ് പിഴിഞ്ഞ് അതിൽ 7 ദിവസം കഞ്ഞി കുടിക്കണമുണ്ട്. അതുപോലെ തന്നെ 5 മരുന്നുകളിലിട്ട് കഞ്ഞി വേവിച്ച് കുടിക്കാം. 7, 9, 11 അങ്ങനെ ഇട്ട് നമ്മൾ ആ വെള്ളത്തിൽ അരി വേവിച്ച് കഞ്ഞി കുടിക്കണ ആ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു 11 കൂട്ടം മരുന്നെടുത്തിട്ട് 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്കുള്ള കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ പറിച്ച് കൊണ്ടുവന്നപ്പോഴേ തന്നെ നിങ്ങളെ സാധനങ്ങൾ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വാടും. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. ഇത് ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണം. വെള്ളത്തിലിടേണ്ടത് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 2 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ അങ്ങാടിപ്പെട്ടിയായ അരികൾ 6 ജീരകങ്ങളും കൂടെ നിങ്ങൾ വാങ്ങിച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ്. ശരി, ഇപ്പോൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് അതില്ലെങ്കിൽ നമ്മൾ ഈ മരുന്നുകൾ മാത്രം വെച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് മരുന്നുകളെന്ന്. ഇത് കണ്ട, ഈ ഇല നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. ഇതാണ് കൈതാമയില. കണ്ടോ, ഇത് കഴുകണം. വേരോട് കൂടിയാണ് ഞാൻ പറിച്ചെടുത്തേക്കണം. ഇത് കഴുകി മൺചട്ടിക്കകത്താണ് ഇത് കഞ്ഞി വെക്കണത് കേട്ടോ. അല്ലെങ്കിൽ കുക്കറിനകത്ത് വെച്ചാലും മതി, ഉള്ളതുപോലെ. ഇത് വേരോട് കൂടി എടുത്ത് അതൊരു കട, അത് ചെറുതാണെങ്കിൽ 3 കട വെച്ച് എടുത്താൽ മതി. പൂവാങ്കുറിഞ്ഞി കണ്ട, പൂ കണ്ടോ, ഇതിൻ്റെ വയലറ്റ് പൂ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടിയാണ് അതിൻ്റെ ഇല ഇരിക്കുന്നത്. കണ്ട ഇല വാടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വെള്ളത്തിൽ കൊണ്ടിടാൻ പോവുക. കണ്ടോ, പൂവാങ്കുറിഞ്ഞി ഇല 2, 11 കൂട്ടമാണ് നമ്മൾ എടുത്തേക്കണത്. കിഴുവാർനെല്ലി 2 തരമുണ്ട്. ഇതുപോലെ ചുമന്നിരിക്കണതുകൊണ്ട്, ഇതുപോലെ വെളുത്തിരിക്കണതുകൊണ്ട്. അപ്പം കിഴുവാർനെല്ലി ഇതിൻ്റെ അടിയിൽ നെല്ലിക്ക പോലെ ഇങ്ങനെ ചെറിയ ചെറിയ മണി പോലെ ഉണ്ട്. അപ്പോൾ കിഴുവാർനെല്ലി 3. മുക്കുറ്റി കണ്ട, പൂ കണ്ട, ഇതാണ് മുക്കുറ്റി, നമ്മുടെ പറമ്പിലുള്ള മുക്കുറ്റി. ഇതൊരെണ്ണം പനിക്കൂർക്ക. പനിക്കൂർക്കയ്ക്ക് പകരം തുളസി ആയാലും മതി. പനിക്കൂർക്ക. ഇത് പറിച്ചോണ്ട് വന്നേ ഉള്ളൂ, വാടിക്കണ്ട. ഇതാണ് കയ്യുണ്ണി. ഇത് തൊട്ടാവാടി, ഇതിൻ്റെ വേരോടെ ഉണ്ട് തൊട്ടാവാടി. നെല്ലുരുക്കി കണ്ട, ഈ നെല്ലിക്ക പോലെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. ഇത് തുമ്പ.
ഇത് കുറുന്തോട്ടി. വാദത്തിന് ഏറ്റവും നമുക്ക് ഇപ്പോൾ വാദമൊക്കെ ഇളകണ സമയമല്ലേ, ഈ വാദം, പിത്തം, കഫം ഇതൊക്കെ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഒത്തിരി കൂടുതലായിട്ടുണ്ടാവും. അതാ കൂടുതലായിട്ടുണ്ടാകുന്നത് ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കുറുന്തോട്ടി. ഇത് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുറുന്തോട്ടി. ഇത് ചെറുകുള. ചെറുകുള എന്ന് പറയുന്നത് ഇതുപോലെ നിറച്ച് പൂവുണ്ടാകും. അതിൻ്റെ കടയോടെ പറിച്ചു കൊണ്ടുവന്നാണ് ചെറുകുള. ഇത്രയും ഈ 11 കൂട്ടം മരുന്നുകൾ ഇടിച്ച് പിഴിഞ്ഞ് അതിനകത്ത് നമ്മൾ ഇതെല്ലാം ചേർക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളാണ് പച്ച നെല്ല് കുത്തിയ അരി. പച്ച നെല്ല് കുത്തിയ പുഴുങ്ങലരി എന്ന് പറയുന്നത്. പച്ച നെല്ല് കുത്തിയ അരി. ഇതിൻ്റെ കൂടെ വനസ്പതി അരി എന്ന് പറഞ്ഞ ഒരരിയും കൂടി ഉണ്ട്. അത് വേണമെങ്കിൽ അതും ചേർക്കാം ഇതിനകത്ത് കേട്ടോ. പിന്നെ ചെറുപയർ, പിന്നെ സൂചി ഗോതമ്പ് കുറച്ച്, പിന്നെ കുറച്ച് ഉലുവ. ഇത് രണ്ടും വെള്ളത്തിലിടണം. ഇത് 3: ഉലുവയും ചെറുപയറും സൂചി ഗോതമ്പും. പിന്നെ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അരികൾ 6, ജീരകങ്ങൾ 7 അതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള നമുക്ക് കിട്ടിയ ആ ഇത് ഇടാം. ജീരകം വേണം. ജീരകം വറുത്തിടാനായിട്ടാണ് ജീരകം. ഇപ്പം ഒരു കരിഞ്ജീരകം ഇത് കുറച്ച് ഇടും. കണ്ട, കരിഞ്ജീരകം. അത് കഴിഞ്ഞ് ഇന്ദുപ്പ്. ഇതാണ് ഇന്ദുപ്പ് പൊടിച്ച് വെച്ചേക്കണതാണ് ഇത്. പിന്നെ ഇത് അയമോദകം. കണ്ടോ, ഇത് അയമോദകം. ഈ അയമോദകവും കുറച്ചിടും. എന്നിട്ട് തേങ്ങ ചേർക്കണം. തേങ്ങ. പിന്നെ നമുക്ക് കരിപ്പെട്ടിച്ചക്കര. മധുരം വേണ്ടവർക്ക് കരിപ്പെട്ടിച്ചക്കര വേണം. എനിക്ക് മധുരം വേണ്ട, ഞാൻ അതുകൊണ്ട് കരിപ്പെട്ടിച്ചക്കര ഇടണില്ല. വേണ്ടിയവർക്ക് കരിപ്പെട്ടിച്ചക്കര ഇടാവുള്ളൂ, വേറെ ചക്കരയൊന്നും ഇടരുത്. അതിന് വേണ്ടി നമ്മൾ ഈ ചട്ടിയിൽ കഞ്ഞി വയ്ക്കും. ഇനി അത് തീ പിടിപ്പിച്ച് പുതിയ ചട്ടി അത് കരിക്കണം. കരിച്ചിട്ട് അതിനകത്ത് കഞ്ഞി വയ്ക്കും. ഇത് നമുക്ക് ഈ കഞ്ഞി കുടിക്കാനുള്ള പാത്രം. ഈ പാത്രത്തിൽ ഈ ഇല എന്താ, പ്ലാവല. ഈ പ്ലാവല വെച്ചാണ് കോരി കുടിക്കുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് എല്ലാം കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി എടുക്കാം. വെള്ളത്തിലിടേണ്ടതൊക്കെ വെള്ളത്തിലിട്ട് വെക്കാം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് കഞ്ഞി വയ്ക്കാം. ഇതുപോലെ പച്ചമരുന്നെല്ലാം കഴുകി വേരിൻ്റെ ഇവിടുന്ന് കഴുക്ക് കളഞ്ഞ് ഇലകളിൽ നിന്നൊക്കെ പുഴു കടിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്കിത് കൊണ്ടുപോയി ചതച്ചെടുക്കാം. ഇതിനെ ഇങ്ങനെ ചതച്ചെടുക്കണം. ഈ ഇലയെല്ലാം കൂടെ ഇട്ട് ഒരു റൗണ്ടൊന്ന് ചതച്ച് ഒതുക്കിയിട്ട് മിക്സിയിൽ ഒറ്റ അടിയടിച്ചാൽ മതി. നല്ലോണം ചതച്ച് ഇതിങ്ങനെ നമ്മൾ ഇടിച്ച് കൊണ്ടുവന്ന് ഇതിങ്ങനെ നമ്മൾ തോർത്ത് മുണ്ടൊക്കെ പിഴിയണ പോലെ ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തീ പിടിപ്പിച്ചിട്ട് കഞ്ഞി വയ്ക്കാൻ നോക്കാം. ഇച്ചിരി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഈ ചട്ടി അങ്ങ് എടുത്ത് വയ്ക്കും. നമ്മളിതിൻ്റെ അകത്തേക്ക് ഈ പിഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിരുന്ന ആ മരുന്നിൻ്റെ രണ്ടാമത് പിഴിഞ്ഞതായത്. ആദ്യത്തെ പിഴിഞ്ഞത് അവിടെ വെച്ചേക്കുവാണ്. ഇത് ഇങ്ങനെ ഒഴിച്ചിട്ട് അരിച്ചൊഴിക്കുക. അരിച്ചൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരി കഴുകി ഇടണം. അപ്പോൾ നമ്മൾ നെല്ല് കുത്തിയ അരിയും സൂചി ഗോതമ്പും കൂടി നല്ലോണം അരിച്ച്
ഇങ്ങനെ കൈകൊണ്ട് അരിച്ച് വാരിയിടണം. ഇനി ഇതിൽ കിടന്ന് നല്ലോണം വേകട്ടെ. എന്നിട്ട് നമുക്ക് ഇച്ചിരി നല്ലോണം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി തേങ്ങ ചിരണ്ടി അതും ഒഴിക്കാം. പകുതി വേഗമാകുമ്പോൾ അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കി ഏകദേശം തിളച്ച് ഒരു പകുതി വേവായി കാണും. ഒരു പകുതി മുക്കാലും വേവായി. അപ്പം നമ്മൾ ഇതിനകത്ത് ചെറുപയറും ഉലുവയും കൂടി ഈ കുക്കറിലൊന്ന് അടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുക. ഇതിനകത്ത് കിടന്ന് ഒന്ന് വേകട്ടെ, ചെറുപയറും ഉലുവയും കൂടെ. പിന്നെ നമ്മളത് ഇത് ജീരകം, കരിഞ്ജീരകം, അയമോദകം അതും കൂടെ അത്രയും കൂടി ഇടുന്നു. ജീരകം കുറച്ചിട്ടാൽ മതി, നമ്മൾ പൊട്ടിക്കും. പിന്നെ തേങ്ങ ചിരണ്ടിയത് ഇത്രയും. ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയ തേങ്ങയായിട്ടാണ് ഞാൻ ഇടുന്നത്. തേങ്ങ ഇട്ടു. ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് അതിനകത്ത് കിടന്ന് ഒന്ന് ഇതാകട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ശകലം ഇന്ദുപ്പ്, ഇതിന് ചേരാനുള്ള ഇന്ദുപ്പ് ഇടണം. നമ്മൾ ഇതിനകത്ത് ശർക്കര ഇടുന്നില്ല, അപ്പം ഇത് ചേരാനുള്ള ഉപ്പിടണം. വെന്ത് പാകമാകട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ ആ തേങ്ങയുടെ കുറച്ച് തനിപ്പാലും ഈ മരുന്ന് ആദ്യം പിഴിഞ്ഞെടുത്ത ആ മരുന്നും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് ഇളക്കി ചൂടാക്കി വാങ്ങുകയാണ് ചെയ്യണം. അപ്പോൾ നമ്മളിത് നല്ല വേവായി, നല്ല പാകമായി. ഇതേ അളവിൽ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം നീട്ടി വേണമെങ്കിൽ വെള്ളം നീട്ടി വയ്ക്കാം, അല്ലെങ്കിൽ നമ്മളിത് ഈ മരുന്നിൻ്റെ ആ തല പിഴിഞ്ഞ് ആദ്യമായിട്ട് പിഴിഞ്ഞ് കിട്ടിയ ആ മരുന്ന് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. അതെല്ലാം കൂടി പിഴിഞ്ഞ് വെച്ചതാണ്. അതിനകത്തേക്ക് ഒഴിച്ചിട്ട് കൂട്ടി യോജിപ്പിക്കുക. ആ തേങ്ങ ഇട്ടില്ല, തേങ്ങാപ്പാൽ, തനിപ്പാൽ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കിയിട്ട് ഇതിനകത്തിട്ട് ഇളക്കി അങ്ങോട്ട് നല്ലോണം യോജിപ്പിക്കുക. തീ നല്ലോണം കത്തുന്നുണ്ട് നമ്മുടെ റോക്കറ്റ് അടുപ്പിൽ. അപ്പോൾ നമ്മളിനി ഇത് നല്ല ഒന്ന് ചൂടായി. ഇത് ഞാനിനി ഇത് വാങ്ങാൻ പോവുകയാണ്. ശകലം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് താളിക്കാം. നമ്മൾ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഈ ഉള്ളി ജീരകമിട്ട് താളിച്ചെടുക്കാം. അപ്പോൾ ഈ ജീരകം നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് പൊട്ടിക്കാം. കുറച്ച് മതി ജീരകം ഇട്ടു. ഇതിങ്ങനെ പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ ഉള്ളിയും കൂടി ഇതിനകത്തിട്ട് മൂപ്പിക്കണം, മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇത്
മൂത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇടുക. ഇട്ടിട്ട് ഇളക്കി കുറച്ച് നേരത്തേക്ക് നമ്മളിത് മൂടി വെക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കർക്കിടക കഞ്ഞിയെല്ലാം വെച്ചു, ഉള്ളി കാച്ചി അതിനകത്തിട്ടു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിത് കോരി വേറൊരു പാത്രത്തിലേക്ക്, ഈ പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത്. ഇനി നമ്മൾ പ്ലാവില കൊണ്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് കുറച്ച് കൂട്ടുകാരപ്പുറത്ത് കണ്ടവർക്ക് കൊടുക്കാൻ പോവാം. നല്ല ആൻറ്റി, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയാണ്. അതിട്ട് പോര്. ഞാൻ നല്ലപ്പോഴാണ് ഈ കഞ്ഞി കുടിക്കുന്നത്. ഞാൻ നല്ലപ്പോഴേ മരുന്ന് ഞാനും അതാ